Good afternoon, everyone. Good afternoon. Good afternoon, Miss. Afternoon. Good afternoon. Good afternoon, ma'am. Yeah. Good afternoon, Miss. Okay, start ചെയ്യാം. Yeah, start ചെയ്തോളൂ. Prayer, thought of the day. Who is going to sing prayer? ആരാണ് prayer ആരാ ചൊല്ലാ? Anyone? ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ അല്ലേ, ഞങ്ങള് പ്രിപ്പയർഡ് അല്ല. Christmas vacation ആയിരുന്നു, ആരും prepared അല്ല. Okay. Yeah. അപ്പൊ thought of the day ഇല്ല, prayer ഇല്ല. Yeah. Okay. Okay. ഒരു കാര്യം ചെയ്യ്. Good afternoon. As you are. എന്തോ? Thought of the day ഉണ്ടായിരുന്നു. Thought of the day. Yeah, okay. Tell me. Your life is a reflection of your thoughts. Think well and you will live well. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചിന്തകളുടെ പ്രതിഫലനമാണ്. നന്നായി ചിന്തിക്കുക, അപ്പോൾ നിങ്ങൾക്ക് നന്നായി ജീവിക്കാനും സാധിക്കും. Okay. Thank you. Yeah. Okay, എന്തൊരു കാര്യം ചെയ്യാം. ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നു അല്ലെ? ക്രിസ്മസ് ആയിരുന്നു, വെക്കേഷൻ ആയിരുന്നു. അപ്പൊ tell me about your Christmas celebration. How was your celebration? പറയൂ. എന്താണിത് റെസ്പോൺസ് ഒന്നും ഇല്ലാത്തെ? എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ്? എങ്ങനെയുണ്ടായിരുന്നു? ഇതെല്ലാവർക്കും വേണ്ട മറുപടി, ഇതെല്ലാം വേണ്ടത്. എക്സ്പ്ലെയിൻ ചെയ്യൂ. എങ്ങനെയാണ്? നമ്മ ഇംഗ്ലീഷിൽ പറയൂ. കുറച്ചൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കാം നമുക്ക്. ഇന്ററാക്ട് ചെയ്യാം. റെഡിയാണോ? യെസ്, റെഡി. ഒരാളെ മാത്രമേ ഉള്ളൂ, ബാക്കി ആരൊന്നും ഇല്ല. സംസാരിക്കില്ലാരും? റെസ്പോണ്ട് ചെയ്യൂ. കമ്പൽസറി അല്ല, ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യും. റെഡി ആണോ എല്ലാവരും? എന്താണെങ്കിലും എന്ത് പറയുന്നത് മിസ്റ്റേക്ക് ആണ്. പറയുന്നത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യും. ഓക്കെ, പറയൂ. Tell me about your Christmas celebration. പറയൂ. How you celebrate the Christmas? ആരാ പറയാ? ഇംഗ്ലീഷിൽ നിന്ന് കേൾക്കുമ്പോ തന്നെ എല്ലാവരും ലെഫ്റ്റ് ആവണ്ട. ഓക്കെ, അത് ഫസ്റ്റ് പറയണ്ടേ. ഇംഗ്ലീഷിൽ നിന്ന് കേൾക്കുമ്പോ തന്നെ ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആയി പോവണ്ട ആരും. എപ്പോഴായാലും നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. എന്തായാലും സംസാരിക്കണം അല്ലെ? എപ്പോഴാണെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യണം. I don't have celebration. Christmas celebration. Ma'am, I don't have celebration. എന്തോ ക്ലിയർ ആയില്ല. I don't have celebration. Oh, you don't have celebration. Why? And reason? Yeah, okay. Any? Celebration. Yeah, okay, Pasila. I am ma'am. ഞാൻ മക്കളെല്ലാം ഉണ്ട് മാം, അതുകൊണ്ട് സൗണ്ട് ആക്കുന്നത്. അതാ പേടിച്ചിട്ട് വേഗം ഓഫ് ആക്കുന്നത്. Yeah, okay. ഇനി ആരാ പറയാ? നിങ്ങൾ ജസ്റ്റ് നിങ്ങളിപ്പോ എല്ലാവരും സ്റ്റുഡൻസ് ഒക്കെ ക്ലാസ്സിലുണ്ട്. അപ്പൊ നിങ്ങൾ പരസ്പരം ഇങ്ങനെ പറയൂ, ഇങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളുടെ സെലിബ്രേഷൻസ്, എന്തായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്, സ്റ്റാർസ് ഇട്ടു, പിന്നെ എന്താണ്, കോഴിക്കോട് റെഡിയാക്കി. ചിലപ്പോ ചിലരൊക്കെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല.
ഓക്കെ, നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ പറയും. ഫുഡ് മേക്ക് ചെയ്തു, കസിൻസ് എല്ലാവരും വന്നു, അല്ലെ? അപ്പൊ അതെല്ലാരും നിങ്ങൾ സംസാരിക്കാൻ നോക്കി എന്തെങ്കിലും ആവട്ടെ പറയും. ഒരു എല്ലാവരും കൂടി ഇന്ററാക്ട് ചെയ്ത രീതിയിലൊക്കെ സംസാരിക്കും. ആ ടെൻഷൻ ഒന്ന് മാറ്റി വെക്കുക. ഫസ്റ്റ് ടെൻഷൻ മാറ്റി വെക്കുക. പറയുമ്പോ കിട്ടുന്നില്ല എന്നൊരു ടെൻഷനോട് മാറ്റാം. പറയാൻ ഗിഫ്റ്റ് മാം, ക്രിസ്മസ് സെലിബ്രേഷൻ, ഫ്രണ്ട്ഷിപ്പ് എന്താ പറയേണ്ടത്? എന്തായാലും പറയും. ഞാൻ നിങ്ങൾ പറയുന്ന മിസ്റ്റേക്ക് ആണെന്നോ തെറ്റാണോ എന്ന് ഞാൻ പറയില്ല. ഞാനത് കേട്ടിരിക്കുന്ന മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ ആരും കളിയാക്കുകയും ഇല്ല. ഒരാള് സംസാരിച്ചാല് അത് അവര് സംസാരിച്ചല്ലോ എന്ന് മാത്രമേ ബാക്കിയുള്ള ആൾക്കാരെ സ്റ്റുഡൻസ് ഒക്കെ വിചാരിക്കുള്ളൂ. അല്ലാതെ ഫസില പറഞ്ഞ തെറ്റാണ്, ഫസില പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് ആരും ചിന്തിക്കില്ല. ഓക്കെ, ഫസില പറയുന്നുണ്ടല്ലോ എന്നായിരിക്കും എനിക്കും പറയുന്നത്. എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഫസില പറയുന്നുണ്ടല്ലോ, ആ ഒരു മൈൻഡ് ആയിരിക്കും എല്ലാവരും. ഓക്കെ, അപ്പോ കളിയാക്കോ അവരെന്ത് വിചാരിക്കും അങ്ങനെ അതൊന്നും ചിന്തിക്കണം. My name is Mufaisa ma'am. My mother name is Fasila ma'am. എന്തോ? My name is Mufaisa. My mother name is Fasila. Okay, sorry. പ്രൊഫൈൽ നെയിം ഫസീല മുസ്തഫ എന്നാണ്. Fasila, my mother. Mustafa is my father. Okay. Yeah, sorry. It's okay ma'am. Okay, അപ്പോ പറയും, സംസാരിക്കും. Gift change from. Ma'am, I changed the gift to ma'am. Cancel the gift, Anna. Yeah, anyone else? ഇനി വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ദിവ്യ? Yes, ma'am. Yes. Okay, tell me, ദിവ്യ. എനിക്ക് ചില വേർഡ്സ് ഒന്നും ഇംഗ്ലീഷിൽ ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു കിട്ടുന്നില്ല. അതുകൊണ്ടാ. പുൽക്കൂടിന് എന്താ മാം പറയാ? ക്രിബ് എന്നാണോ? പുൽക്കൂട്ട് എന്താ പറയാ? ആരെങ്കിലും ഒന്ന് സഹായിക്കൂ ദിവ്യയെ. ക്രിസ്മസ് ട്രീ. അത് ക്രിസ്മസ് അല്ല. ട്രീ. ക്രിസ്മസ് അല്ല, ഇത് ക്രിബ് അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പുൽക്കൂട് വിടൂ, ബാക്കി പറയൂ. ഹൈക്കോണാണ്. പുൽക്കൂട് കറക്റ്റായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാസ് ഷെഡ് എന്നൊക്കെ പറഞ്ഞു വരും അല്ലെ? എന്താണ് കറക്റ്റ് പുൽക്കൂട് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രാസ് ഷെഡ് എന്ന് പറയാം. പുല്ല് കൂട് അല്ലെ? ആഹാ. ഓക്കെ, അത് വിടും. ബാക്കി കാര്യങ്ങളൊന്നും പറയൂ. പുൽക്കൂടിന് വിടുക ഇല്ല, പറയൂ. എന്താണ് മിസ്? എനിക്ക് ക്ലിയർ ആവുന്നില്ല കേട്ടോ ചിലത്. ഇല്ല, പറയൂ. അത് ഗോയിങ് ടു യുവർ ക്രിസ്മസ്, അത് പറയൂ. In Christmas holidays, we prepare Christmas in the grass shed and Christmas trees. Actually, അത് ഞാൻ പറഞ്ഞതാണ്. അതിന്റെ എക്സാക്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ പറഞ്ഞതാണ്. ആയിരിക്കും മാം. ക്രിസ്മസ് ക്രിബ് കണ്ടല്ലേ? അതന്നെ. We prepare a crib and decorate Christmas trees, and we decorate with a lot of lights. First of all, I think when I ചിലവേടൊന്നും കിട്ടുന്നില്ല ഈശ്വരയാ. എന്താ ഫസ്റ്റ് നമ്മളുടെ മനസ്സിൽ ക്രിസ്മസ് വരുമ്പോ അതിനെന്തെന്നാ പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്റെ ഹെൽപ്പ് പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഫസ്റ്റ് അയ്യോ, എനിക്ക് ചില വേർഡൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ എന്താന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നില്ല ചില വേർഡ്സ്. അത് അങ്ങനെ നമ്മളെ ഒഫീഷ്യൽ ആയിട്ടൊന്നും സംസാരിക്കണ്ട, മനസ്സിലായോ? ജസ്റ്റ് നിങ്ങള് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കില്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്നൊക്കെ വെച്ചാ പറയാറ്. ആദ്യം എനിക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോ ക്രിസ്മസ് സെലിബ്രേഷൻ ഫുഡൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതാണ് ടീച്ചർ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പറഞ്ഞവര് മലയാളം എത്തി.
ആ അതാണ്. വേർഡ്സ് കിട്ടുന്നില്ല. വൊക്കാബുലറി ഷോർട്ടേജ് ആണ്. വൊക്കാബുലറി, ലാക്ക് ഓഫ് വൊക്കാബുലറി ആണ് എല്ലാവർക്കും പ്രശ്നം. ഓക്കെ, പറയും മലയാളം മലയാളം പറയും. ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പറ്റാത്താണെങ്കിൽ മലയാളത്തിൽ പറയും. ട്രൈ ചെയ്യൂ, മാക്സിമം ട്രൈ ചെയ്തു. എപ്പോഴും നമ്മളത് ക്ലാസ് ആണ്, ക്രിസ്മസ് വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് ഓർമ്മ വരുന്നത് ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മള് ഹൗസ് വൈഫ് ഒക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ചും അടുക്കളയിലായിരിക്കുമല്ലോ പണി കൂടുതലുണ്ടായിരിക്കാം. ഈ ഡെക്കറേഷനും കാര്യങ്ങൾക്ക് എല്ലാവരും ഹെൽപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ എന്റെ അടുക്കളയിലത്തെ പണിയായിരിക്കും. അപ്പൊ ആദ്യം എനിക്ക് ഫുഡ് എന്തുണ്ടാക്കും എന്നാണ്. എനിക്ക് ഇവിടെ എന്റെ ഹസ്ബൻഡിനും പിള്ളേർക്കൊക്കെ ഇഷ്ടം ചിക്കൻ സ്റ്റൂ, അപ്പം ആണ്. അപ്പൊ ഞങ്ങൾ അതാണ് ആദ്യം എന്റെ എന്താ ഷോപ്പിങ്ങില് വരുന്ന സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് ആയിരിക്കും. പിന്നെ ഞങ്ങള് ക്രിസ്മസ് ക്രിബ് ഉണ്ടായിരിക്കും, ക്രിസ്മസ് ട്രീസ് ഡെക്കറേറ്റ് ചെയ്യും, ലൈറ്റ്സ് ഇടും. പിന്നെ എന്റെ മോന്റെ ബർത്ത്ഡേ December 20th ആണ്. അപ്പൊ മിക്കതും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനു മുന്നായിട്ട് ഞങ്ങൾ ഈ എല്ലാ എന്താണ് ഡെക്കറേഷൻസ് ഒക്കെ ഫിനിഷ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ബർത്ത്ഡേ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് പറയാൻ പറ്റുന്നില്ല. പറയാൻ എനിക്ക് ചിലപ്പോ എഴുതാൻ പറ്റും മാം. ഈ പറയാന്ന് പറയുമ്പോ പെട്ടെന്ന് ഉണ്ടല്ലോ എന്തോ പറ്റുന്നില്ല പെട്ടെന്നായിട്ട്. അത് നമുക്ക് അതായത് നമ്മൾ സംസാരിച്ച് ശീലമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ, പ്രത്യേകിച്ചും. പറയുമ്പോ നമുക്ക് ആലോചിക്കാൻ ടൈം കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ ഈ കോള് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും നമ്മളെ മനസ്സിൽ ഇങ്ങനെ കുറെ വേർഡ്സ് വന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് ജോയിൻ ചെയ്ത് പറയണ സമയത്ത് ആകെ തപ്പിപ്പിടുത്തായിരിക്കും. എന്നാലും എന്തെങ്കിലും പൊട്ടത്തരായാലും കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് ഇപ്പൊ ഞാൻ മൈക്ക് ഓൺ ആക്കിയത്. ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റി നോക്കാം. മാക്സിമം എല്ലാവരും അതെ, പെട്ടെന്ന് എല്ലാവർക്കും കിട്ടില്ല സംസാരിക്കാനായിട്ട്. അപ്പൊ ട്രൈ ചെയ്യും. ടെൻഷൻ വരുമ്പോഴാണ് ഉള്ള കിട്ടുന്ന വേർഡ്സ് പോലും മറന്നു. ഓക്കെ, ഇതൊരു കാര്യം ചെയ്യൂ. ഈ പറഞ്ഞത് ദിവ്യൊന്ന് എഴുതാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്നോട് പറയണം. ഇപ്പോഴോ? ഇപ്പോ ഓക്കെ. കാരണം നമ്മൾ എപ്പോഴും ടെക്സ്റ്റ് വൈസ് ആണ്, എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന ടെക്സ്റ്റ് വൈസ് ആണ് അല്ലെ. അപ്പൊ ഇന്ന് ടെക്സ്റ്റ് വേണ്ട. ഇംഗ്ലീഷ് പഠിക്കണ്ട എല്ലാവർക്കും. എല്ലാ ബേസിക് ഒക്കെ പഠിച്ചു. ഓക്കെ, എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് ട്രൈ ചെയ്യും. ടെൻത്ത് പഠിക്കുമ്പോ ഇപ്പൊ നിങ്ങൾ എഴുതുന്ന പോലെ ആയിരിക്കില്ല ടെൻത്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ എഴുതാം. ഓക്കെ, ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ആണല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോ ടെക്സ്റ്റ് ഞാൻ പഠിപ്പിക്കും, അറിയേണ്ട കാര്യങ്ങളാണ്. അതിനിടയ്ക്ക് ഇതേപോലത്തെ ക്ലാസ് ഉണ്ടാവാം. ഇന്ററാക്ഷൻ ബേസ് ചെയ്തിട്ടോ റൈറ്റിംഗ് ആയാലും എല്ലാം ഉണ്ടാവും. അപ്പൊ അത് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. പിന്നെ ഒരു കാര്യം, ഇംഗ്ലീഷ് നിങ്ങളോട് എഴുതാനും സംസാരിക്കാനും പറയുന്ന സമയത്ത് ലീവ് ചെയ്യും. മിക്ക സ്റ്റുഡൻസ് ലീവ് ചെയ്യും. ഓക്കെ, അവർക്ക് ക്ലാസ് കേട്ടിരിക്കാൻ ഓക്കെ ഇഷ്ടമാണ്, പക്ഷെ ഒന്ന് പറയാനോ എഴുതാനോ പറഞ്ഞാല് ആരും തന്നെ ആ ഒരു മെന്റാലിറ്റി നിങ്ങൾ മാറ്റി വെക്കും കേട്ടല്ല. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോ അറിയാം നിങ്ങൾക്ക് പേടിയാണ്, സംസാരിക്കാൻ അറിയില്ല, പക്ഷേ സംസാരിച്ചേ പറ്റും അല്ലെ. എന്തായാലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇവിടെ വെച്ച് പഠിച്ചു പോവാം. ആ ഒരു ടെൻഷൻ മാറ്റാം. സംസാരിക്കാൻ വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ടെൻഷൻ ഇല്ലേ, അത് നമുക്കത് വേണ്ടെന്ന് വെക്കും. അതിന് ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ സംസാരിച്ചിട്ട് പോകാം. മാക്സിമം ഈ പ്ലാറ്റ്ഫോം തന്നെ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങളൊന്നും പറയില്ല. നിങ്ങൾ പറയുന്നത് തെറ്റാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്താൽ നിങ്ങൾ എപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്ത് നിങ്ങൾക്ക് ഡിഫിക്കൽറ്റി നിങ്ങൾക്ക് തോന്നുന്നോ, ഒരു ഡിഫിക്കൽറ്റി ആയിട്ടൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്, അത് ഫേസ് ചെയ്യാം. മാക്സിമം അത് ഫേസ് ചെയ്യാം. എന്നാൽ മാത്രമേ ആ ഡിഫിക്കൽറ്റി പിന്നീട് ആ ഡിഫിക്കൽറ്റി ആയിട്ട് തോന്നില്ല. മനസ്സിലായോ? ഫേസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എന്നും നിങ്ങൾക്ക് അത് എന്നും ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. എന്തും ഫേസ് ചെയ്യാം ലൈഫിൽ എന്താണെങ്കിലും. ഇംഗ്ലീഷ് മാത്രമല്ല ഞാൻ പറഞ്ഞത്, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അത് ഫേസ് ചെയ്യാം. ഓക്കെ, മൂവ് ഓൺ ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ. പേടിച്ചൊരിക്കലും പോകരുത്. അല്ല, ഏറ്റവും ചെറിയ കാര്യമാണ് ഇംഗ്ലീഷ് കേൾക്കുമ്പോ എല്ലാവർക്കും പേടിയാണ്.
മിക്ക ക്ലാസ്സിലും ഞാൻ കാണുന്ന ഒരു ഇതാണ്, ലീവ് ചെയ്യും. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, ചോദിക്കില്ല മിസ്, പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ഫേസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? നിങ്ങൾ സംസാരിക്കാൻ പറ്റും, കൂടുതൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ ഇന്ന് ഇപ്പൊ എത്ര പേരുണ്ടോ? ഇത്രയും പേരാണ് കേട്ടല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി നിങ്ങൾ ആരും ലീവ് ചെയ്ത് സംസാരിക്കാൻ വിളിക്കുമ്പോ സംസാരിക്കാം. പറയുന്നത് തെറ്റായിരിക്കും, ആരും കറക്റ്റ് ആയിട്ട് പറയില്ല. ആരും പെർഫെക്റ്റ് അല്ല, ഈവൻ ഞാൻ പോലും പെർഫെക്റ്റ് അല്ല. ഓക്കെ, ഫേസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് പിന്നീട് അത് മറന്നു പോകരുതേ. ഒക്കെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇനി ആരാ സംസാരിക്കാം? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. പറയൂ. Christmas vacation, it was good. It was a good experience. I did not go anywhere. The days of vacation quickly finished because of children's being at home. അത്രേ ഉള്ളൂ. പനിയാണ് മിസ്, പനിയും തൊണ്ടവേദന, എനിക്ക് വർത്താനം പറയാൻ വയ്ക്കണില്ല. ആണോ? ഇത്രയും പറഞ്ഞല്ലോ, വെരി ഗുഡ്. ഓക്കെ, ശരി, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ മാം. It's a beautiful festival of Christmas and celebrated every year on 25th December to honor the birth of Jesus Christ. I forget it's a time for joy, family, and spreading kindness. And we are prepared for Christmas by decorating their homes with light, colorful ornaments, and sparkling Christmas tree. And it's a time to spend time with family and friends and make memories. And a holiday to celebrate the birth of Jesus Christ. പറയണമെന്നുണ്ട് മാം, പക്ഷെ കിട്ടണില്ല. കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാം മിസ്, ട്രൈ ചെയ്യാം. Christmas time is the most wonderful time of the year, and I celebrated this Christmas with my family. And of course, we make a Christmas crib and Christmas tree. And at night, we all got to church for Holy Mass, and we all together celebrated Jesus' birth. And of course, we make non-veg food and wine. And after that, fireworks. അത്രയൊക്കെ കിട്ടുന്നുള്ളൂ മിസ്സേ. ഓക്കെ, നിങ്ങള് ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മളിപ്പോ ഒരു കാര്യത്തെ കുറിച്ച് പറയാണ്, അത് ഫസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ ടെൻസിനെ കുറിച്ച് അറിയില്ല, ഓക്കെ, എന്നാലും നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാലോ. പ്രസന്റ് എന്താണ്, ഫ്യൂച്ചർ എന്താണ്, പാസ്റ്റ് എന്താണ്. അതെ, നമ്മൾ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല, ഓക്കെ, അതുമായി നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്നതാണ് അല്ലെ. ടെൻസ് എന്താണെന്ന് അറിയാം, പക്ഷെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞ കാര്യം ക്രിസ്മസ് അല്ലെ, ക്രിസ്മസിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. ക്രിസ്മസ് കഴിഞ്ഞു പോയൊരു കാര്യമാണ് അല്ലെ, ആ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞു പോയതാണ്. ഇറ്റ്സ് എ പാസ്റ്റ് ആണ് അല്ലെ. സോ നമ്മള് യൂസ് ചെയ്യുന്ന വേർഡ്സ്, വേർബ് ആയാലും എന്തായാലും യൂസ് ചെയ്യുന്ന വേർബ് എപ്പോഴും എന്തായിരിക്കണം, അപ്പോ പാസ്റ്റ് ആയിരിക്കണം അല്ലെ. നിങ്ങൾ മലയാളത്തിൽ പറയുമ്പോ എന്താണ്, ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി അല്ലെ, അതാണ് നമ്മൾ മലയാളം പറയുമ്പോ അങ്ങനെയാണ്. അപ്പോ ഇങ്ങനെ പറഞ്ഞാലോ, ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതാണോ, ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി എന്ന് പറയുന്നതാണോ കറക്റ്റ്? ഉണ്ടാക്കി. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്.
ഓക്കെ. അപ്പൊ ആൻമരിയ പറഞ്ഞു ഞാൻ എന്ത് മേക്ക് ചെയ്തു, ഫുഡ് മേക്ക് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ ആൻമരിയ? ഫുഡ് ഉണ്ടാക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്, ഉണ്ടാക്കി എന്നാണ് ഉദ്ദേശിച്ചത്? ഉണ്ടാക്കി. അപ്പൊ എന്താ പറയാ, മേക്ക് എന്ന് പറയുന്ന വേർബിന് തന്നെ നമ്മൾ 3 ഫോം ആക്കി തിരിച്ചിട്ടുണ്ട് അല്ലെ? 3 ഫോംസ് ഉണ്ടെന്ന് അറിയാലോ വേർബില്. V1, V2, V3. പ്രസന്റ്, പാസ്റ്റ്, പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇതെല്ലാം കേട്ടിട്ടുണ്ട് അല്ലെ? എല്ലാരും കേട്ടിട്ടുണ്ടല്ലോ, 3 ഫോം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ മേക്ക് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് ഫോം എന്തായിരിക്കും? മെയ്ഡ്. മെയ്ഡ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ് എന്തായിരുന്നു? മെയ്ഡ് അല്ലേ? മെയ്ഡ്. ഇങ്ങനെയാണ് നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തത്. ഇതാണ് ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ടെൻസ് പഠിക്കുമ്പോൾ അതെല്ലാം ക്ലിയർ ആവും. ഓക്കെ, എന്നാൽ ശ്രമിച്ചല്ലോ. നിങ്ങള് ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് എവിടേക്കാണ് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തുന്നതെന്ന് എനിക്കും നിങ്ങൾ മനസ്സിലാവുന്നത് അല്ലെ? അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ആ മിസ്റ്റേക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് ആ മിസ്റ്റേക്ക് എന്തുകൊണ്ടാണ് വന്നത്, എനിക്ക് എന്താണ് അറിയാത്തത്, അതിന് ഇംപ്രൂവ് ചെയ്യാൻ നോക്കും. എന്നിട്ട് സംസാരിക്കുമ്പോ ക്ലിയർ ആയിരിക്കും. ഓക്കെ, അതിനു വേണ്ടിയാണ് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കൂ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ ആണോ? ആൻമേരിക്ക് ഇപ്പോ മനസ്സിലായോ? യെസ് മാം മാം പറഞ്ഞ പോലെ എഴുതിയിട്ടുണ്ട്, കുറച്ച് എഴുതിയുള്ളൂ കേട്ടോ. ഞാൻ അത് പറയാം. കറക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, ഞാനിപ്പോ ജസ്റ്റ് എഴുതിയതാ. I always celebrate Christmas at home. We decorate Christmas tree and trees with lots of lights and toys. When I think about Christmas, the first delicious food coming to my mind. My family loves plum cake, chicken stew, and appam. So I made all of these for to this Christmas. Yeah. ഇത്രയും Okay. Yeah. ഓക്കെ, കുഴപ്പമില്ല. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, അത് ഓക്കെ, അതൊക്കെ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇനി ആരാ ക്രിസ്മസിനെ പറ്റി ആരാ പറയാ? പറയൂ ലിഞ്ചു. ക്രിസ്മസിനെ പറ്റിയാണോ പറയണ്ടേ, അതോ അവനവന്റെ അനുഭവമാണോ എന്നെ പറയണ്ടേ? ക്രിസ്മസ് നിങ്ങൾ എങ്ങനെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു? അതെ, ക്രിസ്മസ് ഞങ്ങൾക്ക് ഇല്ല, എന്നാലും പറയാൻ നോക്കാം. പറയാം. We went to my house for Christmas. Vilangad is my house. Christians are near our house. They will visit every house for carol collection. It was a beautiful sight. There is also Santa Claus. അത്രയൊക്കെ അറിയൂ. ഞാൻ എഴുതി വെച്ചതാ, ഞാന് നേരത്തെ അവര് പറയുന്നത് കേട്ടിട്ട് എഴുതി വെച്ച് നോക്കിയതാ. Okay. Who's next? Anyone else? No. ആരുമില്ലല്ലോ? പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ടെൻസ് ആണ്. ടെൻസ് കുറച്ച് സീനാണ്. കാരണം ലിഞ്ചു പറഞ്ഞത് പ്രസന്റ് ടെൻസ് ബേസ് ചെയ്തിട്ടാണ്, നമുക്ക് വേണ്ടത് പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ ടെൻസ് എല്ലാം പഠിച്ചു കഴിയുമ്പോ ക്ലിയർ ആയിക്കോളൂ കേട്ടോ. ആ ഒരു ടെൻഷന് വേണ്ട. എനിക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ല, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതെല്ലാം നമുക്ക് സോൾവ് ചെയ്യാം. ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ,
സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്ജക്റ്റീവ് ആണ് എടുത്തത്. അഡ്ജക്റ്റീവിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്തിരുന്നു എല്ലാവരും? എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് ക്ലാസ്സിൽ എന്താ റെസ്പോൺസ് ഇല്ലാതെ? ആ ക്രിസ്മസ് കഴിഞ്ഞു. ഓക്കെ, ഈ ക്ലാസ്സിലോട്ട് വരൂ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മോക്ക് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? തംസപ്പ് വരുന്നുണ്ട്. ഓക്കെ, രണ്ടുപേര് ഉണ്ടായിരുന്നു. ബാക്കി ആർക്ക് എന്താ? കുഴപ്പമില്ലായിരുന്നു മാം, ചിലതൊക്കെ തെറ്റിപ്പോയി. രണ്ടെണ്ണമൊക്കെ തെറ്റിപ്പോയി ടീച്ചറെ. ഓക്കെ, മനസ്സിലായോ ഇപ്പോ അഡ്ജക്റ്റീവ്? മിസ് അതില് ഡൗട്ട് ഉണ്ടായിരുന്നേ. എനിക്കും ഉണ്ടായിരുന്നു ഡൗട്ട്സ് ആ ഫ്രേസിന്റെ ക്ലോസിന്റെ ആയിട്ട്. ഓക്കെ, ഏതായിരുന്നു? അഡ്ജക്റ്റീവിലായിരുന്നു നോക്കട്ടെ കേട്ടോ മിസ്. അഡ്ജക്റ്റീവ് പഠിച്ചാലേ നമുക്ക് നൗൺ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. ചോദിക്കൂ, ഡൗട്ട് എന്താണ്? ഷെരിബ, ഷെരിബ എന്നാണ് പേര്. ഷെരിബ, പറയൂ, ഡൗട്ട് എന്തായിരുന്നു? മാം, ഷീ ഈസ് എ ഗേൾ വിത്ത് കേളി ഹെയർ ഫ്രേസ് പറഞ്ഞിട്ടുള്ളത്. ഹലോ മാം, പറയൂ, കേൾക്കുന്നുണ്ടോ? എന്താണ്? ഷീ ഈസ് ദ ഗേൾ വിത്ത് കേളി ഹെയർ ഫ്രേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതില് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് വിത്ത് കേളി ഹെയർ എന്നാണ്. ശരിക്കും അത് ഗേൾ വിത്ത് കേളി ഹെയർ എന്നുള്ളതല്ല ആൻസർ വരാ. ഗേൾ വിത്ത് കേളി ഹെയർ, അതായത് ഷീസ് എ ഗേൾ. ഓക്കെ, ഗേളിനെ എന്ത് പറഞ്ഞാണ് മോഡിഫൈ ചെയ്തത്? കേളി ഹെയർ. അപ്പൊ അത് ഫേസ് ആവില്ലല്ലോ, അത് ഒരു അഡ്ജക്റ്റീവ് അല്ലേ ഉള്ളൂ. വിത്ത് കേളി ഹെയർ ആണ്, കാരണം ഷീസ് എ ഗേൾ വിത്ത് കേളി ഹെയർ. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് വിത്തിന്റെ അവിടെ ആവശ്യമുണ്ടോ? വിത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ആൻസർ വരാം വിത്ത് കേളി ഹെയർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഗേളിനെ ഷീസ് ദ ഗേൾ, അവിടെ ഗേൾ ആണ്. ഷീസ് ദ ഗേൾ വിത്ത് കേളി ഹെയർ, കേളി ഹെയർ ഉള്ള ഒരു ഗേൾ ആണ്. എന്ത് ഗേൾ ആണ് എന്നാ പറയുന്നത്. അപ്പൊ ആ ഗേളിനെ മോഡിഫൈ ചെയ്ത് കേളി ഹെയർ വിത്ത് കേളി ഹെയർ എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ്. കേളി ഹെയർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മോഡിഫൈ ചെയ്ത്, പക്ഷെ വിത്ത് കൂടെ വന്നപ്പോ അത് മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നോ അത് കൂടുതലോ നെറ്റ്വേർഡ്സ് വരുമ്പോ അതെന്താണ്? ഫ്രേസ് ആണ്. അപ്പൊ ഇവിടെ വരുന്ന ആൻസർ വിത്ത് കേളി ഹെയർ തന്നെയാണ്. ഓക്കെ, ദിവ്യ, ക്ലിയർ ആണോ? ഓക്കെ മിസ്, ഓക്കെ മിസ്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് മാം. ദ കേക്ക് ദാറ്റ് ഷീ ബോട്ട് വാസ് ഡിലീഷ്യസ്. അതിലെ അഡ്ജക്റ്റീവ് ക്ലോസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലേ. ദ കേക്ക് ദാറ്റ് ഷീ ബോട്ട് വാസ് ഡിലീഷ്യസ് എന്ന് പറയുന്നതില് ദാറ്റ് ഷീ ബോട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്ന് കൊടുത്തിരിക്കുന്നത്. അഡ്ജക്റ്റീവ് ക്ലോസ് അതില് ഡിലീഷ്യസും കൂടി വരണ്ടേ മാം? That she bought delicious. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൺഫ്യൂഷൻ ഒന്ന്
കൺഫ്യൂസ്ഡ് ആക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മിക്കവാറും എക്സാമിന് വരാം. ഓക്കെ, ഇപ്പോ ലിപിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ആയില്ലേ, ഷിബോട്ട് ഡെലീഷ്യസ് എന്ന് അത്രയും വരണ്ടേ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? പക്ഷെ കറക്റ്റ് വരേണ്ടത് ദാറ്റ് ഷിബോട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ടുള്ള ഡിലീഷ്യസ് വരണ്ട, അഡ്ജക്റ്റീവ് ആയിട്ടുള്ള ഡെലീഷ്യസ് എന്ന് പറയും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ക്ലോസില് അഡ്ജക്റ്റീവ് ആ ഒരു അഡ്ജക്റ്റീവ് വരണം എന്നുള്ള അങ്ങനെ കമ്പൽസറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും റൂൾസ് ഒന്നും ഇല്ല. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ദാറ്റിന് ശേഷം എന്താണ് വന്നിരിക്കുന്നത്. ദാറ്റിന് ശേഷം വന്നിട്ടുണ്ടോ, അതില് ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ക്ലോസില് ഒരു സബ്ജക്റ്റും വെർബും ഉണ്ടാകും, പക്ഷെ അഡ്ജക്റ്റീവ് ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ അതിലുള്ള സബ്ജക്റ്റും വെർബും ആണ് ദാറ്റ് ഷി ബോട്ട് എന്ന് പറയുന്നത് അല്ലെ? പക്ഷെ ഇപ്പോ ദിവ്യ പറയുന്നത് ദാറ്റ് ഷി ബോട്ട് ഡെലീഷ്യസ് എന്നാണ് കറക്റ്റ് ആൻസർ ദിവ്യക്ക് തോന്നിയത്. പക്ഷെ അവിടെ ഒരു വേർഡ് മിസ്സിംഗ് ഉണ്ട്, ശ്രദ്ധിച്ചോ? എന്താണ്? That she bought was delicious എന്നാണ് വരേണ്ടത്. അതെ, അപ്പോൾ മിസ്റ്റേക്ക് അല്ലേ? അല്ല, ഞാൻ അതാ പറഞ്ഞേ, ദാറ്റ് ഷീ ബോട്ട് വാസ് ഡിലീഷ്യസ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഉണ്ടല്ലോ, സെക്കൻഡ് ഓപ്ഷൻ അങ്ങനെ ആയിരുന്നല്ലോ, ദാറ്റ് ഷീ ബോട്ട് വാസ് ഡിലീഷ്യസ്. വാസ് ഡിലീഷ്യസ് തന്നെ ആയിരുന്നോ ഓപ്ഷൻ? അതില് വാസില്ല. വാസ് ഉണ്ടായിരുന്നോ? അയ്യോ, അത് തെറ്റായിട്ട് ക്വസ്റ്റ്യനിൽ വന്നല്ലേന്നുണ്ടോ? ഓക്കെ ഓക്കെ, വാസ് ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കണം. ഞാൻ എഴുതി വെച്ചതില്ല, അങ്ങനെയാ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യണം. നമ്മളത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല മാം. നമ്മൾ എക്സാമ്പിൾ പഠിച്ചത് അങ്ങനെ ആയിരുന്നില്ലേ, ദ ഓറഞ്ച് ദാറ്റ് ഹി ബോട്ട് വാസ് ഡെലീഷ്യസ്. പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സെന്റൻസ് അതേപടിയായിരിക്കും ഓപ്ഷനിൽ വരേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരണമെങ്കിൽ കറക്റ്റ് ആ ഒരു ആൻസർ ഓപ്ഷനിൽ വരണം. ദാറ്റ് ഷി ബോട്ട് വാസ് ഡെലീഷ്യസ് എന്നാണ് കറക്റ്റ് ആ ഒരു സെന്റൻസ് വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഓക്കെ കറക്റ്റ് ആണ് നിങ്ങൾക്ക് പറയേണ്ടി വരും. മനസ്സിലായോ? പക്ഷെ ആ ഓപ്ഷൻ അവിടെ ഇല്ല. മാം, അത് ബൈ മിസ്റ്റേക്കിൽ വിട്ടുപോയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. മിസ്റ്റേക്ക് ഒന്നല്ല അത്. ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ആ വാസ് എന്ന് പറയുന്നത് വിട്ടുപോയത്, അതുകൊണ്ടാണ്. വിട്ടുപോയതല്ല, അപ്പൊ അങ്ങനെയാണ് വരാം. തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻസ് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യും. ഓക്കെ, മിസ്സേ, മൊത്തത്തിലൊരു സെന്റൻസ് തന്നിട്ട് ഇത് പ്രൈസ് ആണോ ക്ലോസ് ആണോ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ എക്സാമിന് തന്നത് ഇതിൽ ഏതാണ് പ്രൈസ് ഏതാണ് ക്ലോസ് എന്ന് ചോദിക്കുമ്പോ ആകെ കൺഫ്യൂഷൻ ആവുന്നു. അത് ഇപ്പൊ ഞാൻ ഈ നവംബർ എടുത്തു വരുമ്പോ നിങ്ങൾക്ക് തീരുമാനമാകും. നല്ല കൺഫ്യൂഷൻ വരും. പക്ഷെ അത് ഞാൻ പഠിപ്പിച്ചു തരാം, സിമ്പിൾ ആണ്. ഓക്കെ, നല്ല ടെൻഷൻ വേണ്ട. അത് ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഈ നൗൺ ഞാൻ എടുത്തായിരുന്നോ? നൗൺ ഫ്രേസ് ആൻഡ് ക്ലോസ് ക്ലാസ്സിൽ എടുത്തിരുന്നോ? ഞാനില്ലായിരുന്നു. എടുത്തല്ലോ. പ്രൊപ്പോസിഷൻസ് ആണ് എടുക്കാനുള്ളത്. എടുത്തു മാം, എടുത്തു. എന്നിട്ട് പ്രിപ്പോസിഷൻസിന്റെ അവിടെ നൗൺ ഫ്രേസും ക്ലോസ് എടുത്തു. നൗൺ ഫ്രേസ് ആഡ്വർബ് എടുത്തിട്ടുണ്ട്. ആഡ്വർബ് ഫ്രേസ് എടുത്തു. ആഡ്വർബ് എടുത്തിട്ടില്ല, നൗൺ എടുത്തു. ഓക്കെ, നൗൺ എടുത്തെന്നാണ് പറഞ്ഞത് എല്ലാവരും. അതെ, എടുത്തു. ഞാനൊരു കാര്യം അഡ്ജക്റ്റീവ് നൗണ് ആഡ്വർബ് കൊടുത്തു. ഇനി പ്രിപ്പോസിഷൻസ് എന്നാണ് മാം പറഞ്ഞത്. മൂന്നും എടുത്തു കഴിഞ്ഞു. എടുത്തു. അഡ്ജക്റ്റീവ് ഫ്രേസ് ക്ലോസ് എടുത്തു, നൗൺ ഫ്രേസ് ക്ലോസ് എടുത്തു, ആഡ്വർബും ഫ്രേസും ക്ലോസ് എടുത്തു.
ഫ്രേസ് എടുത്തിട്ടല്ലേ ഉള്ളൂ, ക്ലോസ് എടുത്തോ? ആ ക്ലോസ് ഇല്ല, എടുത്തുക്കണ്. എടുത്തു. എടുത്തു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കാരണം നൗൺ എടുത്തെങ്കിൽ മോക്ക് ടെസ്റ്റ് വരുമ്പോ നാളെ അറ്റൻഡ് ചെയ്തോളൂ. യെസ് മിസ്. യെസ്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. അഡ്ജക്റ്റീവ് എന്താണ്? നൗണിനെ മോഡിഫൈ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ നൗൺ എന്താണ്? നൗൺ ഫ്രേസും നൗൺ ക്ലോസ് എന്താണെന്ന് പറഞ്ഞുതരാമോ? പറ, എന്താണ് നൗൺ? വാട്ട് ഈസ് നൗൺ, ഫ്രേസ് ആൻഡ് ക്ലോസ്? നൗണിനെ മോഡിഫൈ ചെയ്ത് പറയുന്നതാണ് നൗൺ ഫ്രേസ്. എന്തോ? നൗണിനെ മോഡിഫൈ ചെയ്യുന്നതിനല്ല നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയാ. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണ്? ഒന്നോ അതിൽ കൂടുതലോ വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നതിനാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ നൗൺ ഫ്രേസ്? നൗണിനെയും പ്രൊനൗണിനെയും മോഡി ചെയ്യാം. രണ്ടും ഒന്നായിട്ട് തോന്നുന്നുണ്ടോ? അഡ്ജക്റ്റീവ് ഫ്രേസ് പ്രോനൗണിനെയും ഒന്നോ അതിൽ കൂടുതലോ വേർഡ്സ് യൂസ് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. ഓക്കെ, നൗൺ ഫ്രേസോ? നൗണിനെ തന്നെ മോഡിഫൈ ചെയ്യുന്നത് നൗൺ ഫ്രേസ് ആണോ? അതെ. അതെ. അങ്ങനെ പഠിക്കുമ്പോ എക്സാമിന് ഈ നൗണും അഡ്ജക്റ്റീവും ഒരുമിച്ച് വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും? അഡ്ജക്റ്റീവില് പ്രോനൗൺ വരുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അങ്ങനെ മനസ്സിലാക്കാമല്ലോ. പ്രോനൗൺ വരും, അങ്ങനെ മനസ്സിലാക്കാം. രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ തരാം, ഒന്ന് ഐഡന്റിഫൈ ചെയ്തെന്ന് പറഞ്ഞോ. ഓക്കെ, ക്ലോസ് വെച്ചിട്ടാണ്. ക്ലോസ് ആണ് കുറച്ചുകൂടെ ടഫ്. ഓക്കെ, ഒരു കാര്യം എഴുതിക്കോളൂ. I know the man. I know the man. എനിക്കറിയാം അവനെ. എനിക്ക് ആ മാൻ അറിയാം. I know the man. Okay, I know the man who came here yesterday. 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 Okay? എഴുതിയോ? Who came കണ്ടെന്ന് മാം? Who came? വന്നു. Came here yesterday. എഴുതിയോ എല്ലാവരും? Yes. Okay. In next, അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. We know that ഞങ്ങൾക്കത് അറിയാം. We know that he doesn't eat meat. He doesn't eat meat. അവൻ മീറ്റ് കഴിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം. We know that he doesn't eat meat. We know that he doesn't eat meat. എഴുതി മാം. എഴുതി. ഇനി ഐഡന്റിഫൈ ചെയ്യുന്നു which is noun clause and adjective clause. ഇതില് ഏതാണ് adjective clause, ഏതാണ് noun clause? ഈ noun clause അതിലുണ്ടോ, അല്ലെങ്കിൽ adjective clause ആണോ ഉള്ളത്, അല്ലെങ്കിൽ noun clause ആണോ ഉള്ളത്? എന്താണ്? ഓരോ സെന്റൻസ് രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഈ രണ്ട് എക്സാമ്പിൾ ഏതാണ് എന്ന് പറയും. ഏത് ക്ലോസ് ആണെന്ന് പറയാം. രണ്ട് ക്ലോസ് ആണ്, ഫ്രേസ് അല്ല, ഇറ്റ്സ് എ ക്ലോസ്. അപ്പോ ഏത് ക്ലോസ് ആണെന്ന് പറയാം.
പറയൂ. ആദ്യത്തെ അഡ്ജക്റ്റീവ് ക്ലോസ് അല്ലേ? എന്തോ ഫസ്റ്റത്തത് അഡ്ജക്റ്റീവ് ക്ലോസ്, സെക്കൻഡ് വൺ നൗൺ ക്ലോസ്. ഓക്കെ. ഇനി വേറെ ആരെന്താ പറയാ? പറയൂ. എല്ലാവരെയും ആൻസർ വേണം. റീസൺ ഓൾസോ. ഓക്കെ. രണ്ടാമത്തത് അഡ്ജക്റ്റീവ് ക്ലോസ് പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, പറയൂ. എല്ലാവരും പറയൂ, ആൻസർ പറയൂ. തെറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളൊന്നും പറയില്ല. ഓക്കെ, ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ആൻസർ പറയൂ എല്ലാവരും. രണ്ടാമത്തത് നൗൺ ക്ലോസ്. ഫസ്റ്റത്തത് അഡ്ജക്റ്റീവ് ക്ലോസ്, രണ്ടാമത്തത് നൗൺ ക്ലോസ് അല്ലേ? ദിവ്യ പറയൂ. ഐ നോ ദ മാൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനില് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. വി നോ ദാറ്റ് എന്ന് പറയുന്നത് അത് നൗൺ ക്ലോസ് ആണ്. ഓക്കെ, ഇനി ആരാ? ബാക്കിയുള്ള ആൻസർ പറയൂ. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണോ? ഞാൻ കുറച്ച് എക്സസൈസ് തരാം. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇപ്പൊ ഞങ്ങള് പറഞ്ഞത് കറക്റ്റ് ആണോ മാം? പറഞ്ഞത് കറക്റ്റ് ആണോ? ഞാൻ പറയാം. ഓക്കെ. ആ പറഞ്ഞ എക്സാമ്പിള് ഇതിലുണ്ട്. പറഞ്ഞു നോക്കി. The doctor that I met at the hospital was friendly. Adjective clause or noun clause, which is correct? ഏതാണ്? The doctor that I met at the hospital was friendly. Which clause is this? Adjective or noun? ആൻസർ പെട്ടെന്ന് പറയാം. അഡ്ജക്റ്റീവ് ക്ലോസ് അല്ലേ? അത് നൗൺ ക്ലോസ് അല്ലേ? നൗൺ ക്ലോസ് ആണ്. Next, you came here the day that I got married. നൗൺ ക്ലോസ് അല്ലേ? നൗൺ ക്ലോസ്.
we know that he doesn't eat meat. ഇപ്പൊ ഞാൻ പറഞ്ഞത് അഡ്ജക്റ്റീവ് ആണോ? അല്ല adjective ആണ്. adjective clause അല്ലേ? Okay, next up, where is the bag that I bought for you? adjective അല്ലേ? Noun. മിസ്സേ ഫുള്ള് ഗസ് ചെയ്യാ. മിസ് തന്നെ ഒന്ന് ശരിക്കും പറഞ്ഞെന്നാ. Yes അല്ല, നിങ്ങൾ പഠിച്ച രീതിയിൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. നിങ്ങൾ തന്നെ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചൊന്ന് ആൻസർ പറഞ്ഞു എല്ലാവരും തെറ്റിയാലും കുഴപ്പമില്ല. കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യണ്ടേ എക്സാമിന്. അല്ലാതെ ഞാനിപ്പോ മോക്ക് ടെസ്റ്റ് എടുക്കുന്ന പോലെ ഒരു ചാപ്റ്റർ വൈസ് ആയിരിക്കില്ല എക്സാം വരാം, എല്ലാവരും ഒരുമിച്ചായിരിക്കും. അപ്പൊ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റണം അല്ലെ? സോ നിങ്ങള് ഒന്ന് ട്രൈ ചെയ്യുക. Fourth one, adjective. Yeah, okay. Fifth, adjective. Sixth, noun clause. Okay. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട് ടീച്ചറെ. ഡൗട്ട് ഉണ്ട്. കാരണം എന്താണെന്ന് അറിയോ, ഈ അഡ്ജക്റ്റീവും നൗണും ഏകദേശം സെയിം ആണ് ചിലപ്പോൾ തോന്നും. കാരണം രണ്ടും ഫോക്കസ് ചെയ്യുന്നത് നൗണിനെ തന്നെയാണ്. മനസ്സിലായോ? ഇതില് ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും സിമ്പിള് അതിനെ ടെൻസ് ബേസ് ചെയ്തിട്ട് നോക്കുന്നതാണ്. ഓക്കെ, അല്ലാതെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാല് അഡ്ജക്റ്റീവ് നൗണിനെ മോഡിഫൈ ചെയ്യാണ് ചെയ്യാം. മനസ്സിലായോ? മോഡിഫൈ ചെയ്യും. പക്ഷെ നൗൺ അങ്ങനെയല്ല, അതിന്റെ ഫംഗ്ഷനെ ആയിരിക്കും മോഡിഫൈ ചെയ്യും. നൗണ് ഫംഗ്ഷൻ ആണ് കേട്ടോ. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഫങ്ഷൻസ് ലൈക്ക് നൗൺസ്. നൗൺ അവിടെ ഫംഗ്ഷൻ ആയിരിക്കും വരും. ഫങ്ഷൻസ് മീൻസ് പ്രവൃത്തികള്. നൗൺ എന്താണ് അവിടെ നൗൺ ആക്ട് ചെയ്യുന്നത് ഫംഗ്ഷൻ ആയിട്ടായിരിക്കും. ഇങ്ങനെയാണ് നൗൺ വരുന്നത്, നൗൺ ഫ്രേസും ക്ലോസും വരുന്നത്. പക്ഷെ അഡ്ജക്റ്റീവ് നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ മോഡിഫൈ ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, ക്ലിയർ ആണ്? പക്ഷെ നൗൺ അങ്ങനെയല്ല, നൗൺ വരുന്നത് ഫംഗ്ഷൻ ആയിട്ടാണ്. അപ്പോ ഈ നൗണും അഡ്ജക്റ്റീവും ഇതേപോലെ ഒന്നിച്ചു വരുമ്പോ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് അല്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്തു. അതെ മിസ്. അതെ മിസ്. ഇതില് ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ വേ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ക്ലോസ് എപ്പോഴും പാസ്റ്റ് ടെൻസ് ആയിരിക്കും. നൗൺ ക്ലോസ് പ്രസന്റ് ടെൻസും. മനസ്സിലായോ? ഓക്കെ. ടെൻസ് അറിയാവുന്ന ഒരാൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ ആണ്. ഓക്കെ,
നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ടെൻസ് അറിയാവുന്നവര് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ, അറിയില്ലെങ്കിൽ ഓക്കെ, നമുക്കത് വിഷയമല്ല. കാരണം ടെൻസ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. ഇനി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ടെൻസിനെ ബേസ് ചെയ്തിട്ട് നോക്കാം. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസും, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നൗൺ ക്ലോസും ആണ്. ഇന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്തോ ഒന്നാമത്തെ അഡ്ജക്റ്റീവ്, ഓക്കെ, noun clause. ആ Sorry. കറക്റ്റ് ആയിട്ട് നോക്കൂ. Third, noun clause. Sorry, അതിൽ ഏതാ? Noun clause അല്ലേ ടീച്ചറെ? Third, we know that he doesn't eat meat. We know that he doesn't eat meat. ഏത് ടെൻസ് ആണ്? അത് പാസ്റ്റ് അല്ലല്ലോ, പ്രസന്റ് അല്ലേ? എന്തോ ഇത് പാസ്റ്റ് ആണോ? അല്ലല്ലോ. We know that പാസ്റ്റ് എയ്റ്റ് എന്നല്ലേ വരാ? we know that he doesn't eat meat. Noun clause ആണ്. ഇത് noun clause ആണ്. Okay? Fourth one, adjective clause. Where is the bag that I got for you? Adjective ആണ്. Next, adjective. ആറാമത്തെ Sixth noun clause. I will take the adjective. Adjective. ആണോ? Seven adjective. Adjective clause. Eighth adjective ആണോ? Everybody asked her if you could help. അത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ക്ലിയർ ചെയ്തത് 8 വിട്ടേക്കും. ഓക്കെ, അതേപോലെ കുറച്ച് മിസ്റ്റേക്സ് വരുന്നുണ്ട്. ഞാനത് പറയാം, നിങ്ങൾ ആൻസർ പറയും. ഇതില് 8th നോക്കണ്ട. Then നോക്കണ്ട. 10th adjective. The game was played yesterday. We can play that. Correct. 11. noun ആയിരിക്കും എന്നാ തോന്നുന്നത്. അതല്ല, അങ്ങനെ പാസ്റ്റ് ഒന്നും ഇല്ലല്ലോ. Live. 11. The people who live next door are good neighbors. ഇത് noun അല്ലേ? അതെന്താണ്? noun ആണോ? അവര് നല്ല അയൽക്കാരാണ് എന്നല്ലേ? പാസ്റ്റ് ആണ്. First ആണോ അത്? Okay. 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 ഒരു കാര്യം ചെയ്യൂ. കഴിഞ്ഞു. അപ്പോ നിങ്ങൾക്ക് ടെൻസ് അറിഞ്ഞാല് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ ആണ് അല്ലെ? അത്രയേ ഉള്ളൂ. അപ്പൊ ടെൻസ് ഞാൻ പഠിപ്പിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഈ നൗൺ അഡ്ജക്റ്റീവിലേക്ക് വരാം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്കിപ്പോ ചാപ്റ്റർ വൈസ് നൗണിന്റെ എക്സാം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കറക്റ്റ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ മാം നൗൺ ക്ലോസിന്റെ അഡ്ജക്റ്റീവിന്റെ അഡ്വർബിന്റെയും എക്സാമ്പിൾസ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോ ഒക്കെ കറക്റ്റ് ആയിരുന്നു. കാരണം ഞാൻ അപ്പോ ഇതുപോലെ സെയിം ക്ലാസ് ഞാൻ ഇതുപോലെ ഒരു ക്ലാസ്സിൽ എടുത്തപ്പോ അവർക്ക് ഇതേപോലെ സെയിം ഡൗട്ട് വന്നു. അഡ്ജക്റ്റീവും നൗണും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
ഓക്കെ, അപ്പൊ കുറെ ഇങ്ങനെ അവർക്ക് പറയുന്ന ഞാൻ ഒരുപാട് രീതിയിൽ പറഞ്ഞു നോക്കി, പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് പറഞ്ഞൊരു ടെക്നിക്കാണ് ടെൻസിനെ വെച്ചിട്ട്. അത് എല്ലാവർക്കും ക്ലിയർ അറിയാം. കാരണം അവർക്ക് എന്ന് പറയുമ്പോൾ രണ്ടും നൗണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അഡ്ജക്റ്റീവും ഈ അഡ്ജക്റ്റീവ് ക്ലോസ് ആണെങ്കിൽ നൗൺ ക്ലോസ് ആണെങ്കിൽ രണ്ടും ബേസ് ചെയ്തിരിക്കുന്ന നൗൺ തന്നെയാണ്. അപ്പൊ ഇവർക്ക് അഡ്ജക്റ്റീവും നൗണും തമ്മിൽ കൺഫ്യൂഷൻ വരുന്നു. ആഡ്വേർബ് പിന്നെ സീനില്ല, വേർബിനെ കുറിച്ചിട്ടായതുകൊണ്ട് ആഡ്വേർബ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ കൺഫ്യൂഷൻ വന്നപ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഞാനത് പറയുമ്പോൾ കുറച്ചൊരു യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. സോ കാരണം ഈ നൗണും അഡ്ജക്റ്റീവും തമ്മിൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് അങ്ങനെ സെയിം ക്വസ്റ്റ്യൻസ് രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അല്ലെ. അതിനു വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇത്രയും എക്സാമ്പിൾസ് കൊടുത്തപ്പോ മിക്കവർക്കും അത് കറക്റ്റ് പറയും മനസ്സിലാവില്ല, ഏതാണ് അഡ്ജക്റ്റീവ് ഏതാണ് നൗൺ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഡൗട്ട് വന്നപ്പോ അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ചോദിച്ചത്, നിങ്ങൾക്കും അത് തന്നെ സെയിം ആണ്. ഇതില് നിങ്ങൾ ആദ്യം പറഞ്ഞത് മിസ്റ്റേക്ക് ആയിരുന്നു, കറക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, സോ നിങ്ങള് ഇപ്പോ വന്ന ഡൗട്ട് ഞാനിത് ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ ടെൻസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഡൗട്ട് ക്ലിയർ ആയിക്കോളും. ഓക്കെ അല്ലേ? ഓക്കെ. എക്സാമിന് വേണ്ടി ഞാനത് എന്തായാലും പഠിപ്പിച്ചുതരാം. ഇനിയിപ്പോ നാളെ നിങ്ങൾക്ക് നൗണിന്റെ മോക്ക് ടെസ്റ്റ് ഇടുമ്പോ അത് ചാപ്റ്റർ വൈസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അഡ്ജക്റ്റീവില് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ വെച്ച് നോക്കുമ്പോൾ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് പല ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ക്വസ്റ്റ്യനും ഓപ്ഷൻസ് നന്നായിട്ട് റീഡ് ചെയ്തതിനു ശേഷം മാത്രം ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ആഡ്വേർബ് ഞാൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞു. എന്നാല് നാളെ രണ്ടിനും ഒന്നിച്ച് മോക്ക് ടെസ്റ്റ് ഇട്ടേ, രണ്ടും ഒരുമിച്ചിട്ടേ പറയൂ. നൗണും ആഡ്വേർബ് ഒരുമിച്ച് മോക്ക് ടെസ്റ്റ് നാളെ തരട്ടെ? കിട്ടോ ടീച്ചറെ? കിട്ടോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരുണ്ട്, അവരുടെ ഗ്രൂപ്പിൽ ഒന്ന് പറയാം നാളെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, നൗണും ആഡ്വേർബ് ആണെന്ന് പറയാം. അതിനുശേഷം ഞാൻ നമുക്ക് പ്രൊപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ മാം. അപ്പൊ ഇപ്പൊ വന്ന ഡൗട്ട് ലീവ് ചെയ്യൂ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ടെൻസ് പഠിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ. ടെൻസ് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ ഓർമ്മിപ്പിച്ചാലേ ഞാൻ എടുക്കാം. അല്ല ഞാൻ പെട്ടെന്ന് മറന്നു. ഓർമ്മിപ്പിക്കോ? ഓക്കെ, സോ അപ്പൊ നാളെ നൗണും ആഡ്വേർബും മോക്ക് ടെസ്റ്റ് ഉണ്ട്, പ്രിപ്പയർ ചെയ്തിരിക്കാം. നമ്മുടെ എക്സാം എഴുതാം. അതിനുശേഷം നമുക്ക് പ്രൊപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ നോട്ട് അപ്ലോഡ് ചെയ്യണോ? വേണ്ടത് ഈ നോട്ട് അപ്ലോഡ് ചെയ്യണോ? പറയൂ. അപ്ലോഡ് ചെയ്യണം ടീച്ചറെ. അഡ്ജക്റ്റീവ് നോട്ട് ക്ലാസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. See you on the next class. Okay. Okay, thank you. Thank you all. Thank you. Yes.